പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സെയിൻസിന്റെ 278 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ഈൻസുവിതയ്ക്ക് ശേഷം ഈ ആഴ്ച വിശുദ്ധ ജോൺ ക്രിസോസ്റ്റത്തിനെ കുറിച്ചാണ്. ഏതാണ്ട് AD 347 അന്ത്യോക്യയിലാണ് ജോൺ ക്രിസോസ്റ്റം ജനിച്ചത്. പ്രതിഭാശാലിയും വാക്ചാതുര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധൻ. വിശുദ്ധ അത്തനാസിയൂസ്, വിശുദ്ധ ഗ്രിഗറി, വിശുദ്ധ ബേസിൽ എന്നിവർക്കൊപ്പം പൗരസ്ത്യ സഭയിലെ 4 മഹാവേദ പാരംഗതന്മാരുടെ ഗണത്തിൽ വിശുദ്ധനും ഉൾപ്പെടുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിലെ മെത്രാനെന്ന നിലയിൽ സമൂഹത്തിലെ പ്രത്യേകിച്ച് സമ്പന്നരുടെ കപടതകൾക്കെതിരെ ധീരമായ നിലപാടെടുത്തതിന്റെ പേരിൽ നിരവധി തവണ വിശുദ്ധനെ ഒളിവിൽ പോകേണ്ടതായി വന്നിട്ടുണ്ട്. അപ്രകാരം ഒളിവിൽ താമസിക്കെ 407 വിശുദ്ധൻ മരണപ്പെടുന്നത്. ജോണിന്റെ പിതാവ് ലത്തീൻകാരനും മാതാവ് ഗ്രീക്ക് വംശജയുമായിരുന്നു. വിശുദ്ധൻ ജനിച്ച് അധികം കഴിയുന്നതിന് മുൻപേ തന്നെ അദ്ദേഹത്തിന്റെ മാതാവായ അന്തൂസ തന്റെ 20ാമത്തെ വയസ്സിൽ വിധവയായി. രണ്ടാം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ അന്തൂസ തന്റെ മുഴുവൻ ശ്രദ്ധയും തന്റെ മകനെ നല്ല രീതിയിൽ വളർത്തുന്നതിൽ കേന്ദ്രീകരിച്ചു. അക്കാലത്ത് ലഭ്യമായ ഏറ്റവും നല്ല വിദ്യാഭ്യാസമാണ് അവൾ തന്റെ മകന് നൽകിയത്. യുവാവായിരിക്കെ ജോൺ അന്ത്യോക്യയിലെ പാത്രിയർക്കീസ് ആയിരുന്ന മെലത്തിയൂസിന്റെ സ്വാധീനത്തിലായതാണ് വിശുദ്ധന്റെ ജീവിതത്തിന്റെ ഗതി തിരിച്ചുവിട്ടത്. മെലത്തിയൂസ് അവനെ ഡിയോഡോറയിലെ ആശ്രമ വിദ്യാലയത്തിൽ അയച്ച് പഠിപ്പിക്കുകയും പിന്നീട് അവനെ ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്തു. ഈ സമയത്താണ് ജോൺ തന്റെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനമെടുക്കുന്നത്. ഒരു സന്യാസിയായി തീരണമെന്നായിരുന്നു ജോൺ തീരുമാനിച്ചത്. അതനുസരിച്ച് അദ്ദേഹം ഒരു സന്യാസിയായി ഗുഹയിൽ താമസിക്കുകയും വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ട് ഹെസിച്ചിയൂസ് എന്ന സന്യാസിയുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ കഠിനമായ ആശ്രമചര്യകളാൽ വിശുദ്ധന്റെ ആരോഗ്യം മോശമായതിനെ തുടർന്ന് അദ്ദേഹം അന്ത്യോക്യയിലേക്ക് തിരികെ വന്നു. അവിടെ വെച്ച് പൗരോഹിത്യപട്ടം സ്വീകരിക്കുകയും തന്റെ സുവിശേഷ പ്രഘോഷണ ദൗത്യം ആരംഭിക്കുകയും ചെയ്തു. അടുത്ത 12 വർഷക്കാലം വിശുദ്ധൻ തന്റെ മാസ്മരിക പ്രഘോഷണങ്ങളും പ്രഭാഷണ പാഠവും കൊണ്ട് അന്ത്യോക്യ മുഴുവൻ ഇളക്കിമറിച്ചു. വിശുദ്ധന്റെ അറിവും വാക്ചാതുര്യവും അപാരമായിരുന്നു. ഈ സമയത്താണ് വിശുദ്ധനെ ക്രിസോസ്റ്റം അല്ലെങ്കിൽ സ്വർണനാവുകാരൻ എന്ന വിശേഷണം ലഭിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ ശുദ്ധമായ സ്വർണം പോലെയായിരുന്നു. 397 കോൺസ്റ്റാന്റിനോപ്പിളിലെ പരിശുദ്ധ സിംഹാസനം ഒഴിവായപ്പോൾ അർക്കാഡിയൂസ് ചക്രവർത്തി വിശുദ്ധനെ അവിടുത്തെ പാത്രിയർക്കീസായി വാഴിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ വിശുദ്ധൻ ആ പദവി നിരസിക്കുമോ എന്ന ആശങ്കയാൽ ചക്രവർത്തി വിശുദ്ധനെ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് സൂത്രത്തിലെത്തിക്കുകയും 398 അവിടുത്തെ മെത്രാനായും പാത്രിയർക്കീസായും വാഴിക്കുകയും ചെയ്തു. രാഷ്ട്രീയപരമായ ചതികളും ധാരാളിത്തവും അത്യാർത്തിയുമാണ് വിശുദ്ധൻ അവിടെ കാണുവാൻ കഴിഞ്ഞത്. അദ്ദേഹം ചിലവുകൾ ചുരുക്കി പാവങ്ങളെ ധാരാളമായി സഹായിക്കാൻ തുടങ്ങി. ആശുപത്രികൾ പണിയുകയും പുരോഹിത വൃന്ദത്തിൽ പുതിയ ഉണർവുണ്ടാവുകയും ആശ്രമപരമായ അച്ചടക്കം കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ വിശുദ്ധന്റെ ഈ പരിഷ്കാരങ്ങൾ അദ്ദേഹത്തിന് ശത്രുക്കളെയും നേടിക്കൊടുത്തു. ചക്രവർത്തിനിയായ യൂഡോക്യയും അലക്സാൻഡ്രിയയിലെ പാത്രിയർക്കീസായിരുന്ന തിയോഫിലോസുമായിരുന്നു അവരിൽ പ്രമുഖർ. അധികം താമസിയാതെ നഗരം കലുഷിതമാവുകയും വിശുദ്ധന്റെ ജീവന് ഭീഷണിയുണ്ടാവുകയും ചെയ്തു. 404 ചക്രവർത്തി വിശുദ്ധനെ നാടുകടത്തി. 407 വിശുദ്ധൻ മരണപ്പെടുന്നത്. 1204 വിശുദ്ധന്റെ ഭൗതിക ശരീരം റോമിലെ സെന്റ് പീറ്റേഴ്സിലേക്ക് കൊണ്ടുവന്നെങ്കിലും 2004 നവംബർ 27 ജോൺ പോൾ II പാപ്പ അത് ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് തിരികൊടുത്തു. വെള്ളിയും രത്നവും കൊണ്ട് പൊതിഞ്ഞ അദ്ദേഹത്തിന്റെ തലയോട്ടി ഗ്രീസിന്റെ ഉത്തരഭാഗത്തുള്ള അന്തോസ് മലയിലെ വഡോപേഡിയ ആശ്രമത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിരവധി അത്ഭുതകരമായ രോഗശാന്തികൾ നടന്നിട്ടുള്ളതായി പറയപ്പെടുന്നു. വിശുദ്ധന്റെ വലതുകരവും അഥോസ് മലയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. നാം സ്വയം കണ്ടെത്തുന്ന ചില തടസ്സങ്ങളാണ് നമ്മുടെ പല യാത്രകൾക്കും വിരാമമിടുന്നത്. തനിച്ചിരുന്ന് മെളിഞ്ഞെടുക്കുന്ന നിഷേധാത്മക ചിന്തകൾ നിഷ്ക്രിയതയ്ക്ക് കാരണമാകും. ഏവർക്കും നന്ദി.